നമസ്കാരം എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മൂന്നാമത്തെ ആഴ്ചത്തെ മോക്ക് ടെസ്റ്റ് ആണ് ഇടാൻ പോകുന്നത്. മൂന്നാമത്തെ ആഴ്ച വരെയുള്ള കണ്ടന്റ് കൃത്യമായി പോയവരാണെന്നുണ്ടെങ്കിൽ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എത്രത്തോളം എഴുതാൻ പറ്റുന്നുണ്ടെന്ന് നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1, വിത്ത് റെഫറൻസ് ഓഫ് വെസ്റ്റേൺ ഗട്ട് കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. നമ്മുടെ പശ്ചിമഘട്ടത്തെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, the Western Ghats is one of the 18th hotspot of biological diversity in the world. Western Ghats is one of the 18th, നമ്പർ നോക്കുക, 18th hotspot of, 18ാമത്തെ hotspot of, one of the 18th ആണ് കേട്ടോ. 18 എണ്ണത്തിൽ ഒരെണ്ണം ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഇൻ ദ വേൾഡ് എന്നാണ് പറയുന്നത്. അപ്പൊ എത്ര എണ്ണം ഉണ്ടെന്ന് ആദ്യം ഓർക്കുക. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, വെസ്റ്റേൺ ഗട്ട് സ്പ്രെഡ് അക്രോസ് 6 സ്റ്റേറ്റ്, 6 സംസ്ഥാനങ്ങളിലായിട്ടാണ് വെസ്റ്റേൺ ഗട്ട് പരന്നു കിടക്കുന്നത്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട് ആൻഡ് കേരള. 3, അക്കോർഡിംഗ് ടു യുനെസ്കോ ദ ഹിമാലയാസ് ആർ ഓൾഡർ ദാൻ വെസ്റ്റേൺ ഗട്ട്. ഹിമാലയാസ് ആർ ഓൾഡർ ദാൻ, വെസ്റ്റേൺ ഗട്ടിനേക്കാളും പ്രായമുള്ളതാണ് ഹിമാലയാസ് അക്കോർഡിംഗ് ടു യുനെസ്കോ. അതുപോലെ പാൽഗട്ട്, പാലക്കാട്, പാൽഗട്ട് ഗ്യാപ്പ് ഇസ് എ വി ഷേപ്ഡ് വാലി. 4 സ്റ്റേറ്റ്മെന്റ്, കറക്റ്റ് ഓപ്ഷൻസ് ഏതാണെന്ന് എഴുതുക. അതായത് ഈ തന്നിരിക്കുന്നതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് എഴുതേണ്ടത്. വായിച്ചു നോക്കിയതിനു ശേഷം എഴുതുക. ഓപ്ഷൻ എ only 1 and 4, ഓപ്ഷൻ ബി only 2 and 3, ഓപ്ഷൻ സി only 2, ഓപ്ഷൻ ഡി only 2, 3, 4. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 2, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ അബൌട്ട് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ഓർത്ത് വെച്ചേക്കുക, ഫിസ്ക്കൽ ഡെഫിസിറ്റിനെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ശരി? Option A, it is the difference between the total expenditure and the receipt of a government excluding interest. Option B, it is the difference between the total expenditure and the receipt of a government excluding spending. Option C, it is the difference between the total expenditure and the receipt of a government excluding borrowing. Option D, it is the difference between the total expenditure and receipt of a government excluding taxes. But which of the following statement is true about the fiscal deficit? ഏതാണ് ഫിസിക്കൽ ഡെഫിസിറ്റിനെ പറ്റിയിട്ട് ശരിയായിട്ടുള്ളത്? അതായത് വാട്ട് ഈസ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആൻസർ എഴുതാനായിട്ട് സാധിക്കും. നോക്കിയിട്ട് എഴുതുക. ക്വസ്റ്റ്യൻ നമ്പർ 3, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഡിസ്ക്രൈബ് ദി ഫങ്ഷൻസ് ഓഫ് എ ബഡ്ജറ്റ്. ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ബഡ്ജറ്റിനെ പറ്റിയിട്ട് അല്ലെ ബഡ്ജറ്റിന്റെ ഫംഗ്ഷനെ പറ്റിയിട്ട് കറക്റ്റ്? Option A, it is a description of the income and expenditure of a government. എന്താണ്? It is a description of the income and expenditure. ഇൻകവും എക്സ്പെൻഡിച്ചറും ഗവൺമെന്റിന്റെ പറയുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് ബഡ്ജറ്റ്. B, it is a document containing details of the economic policy of a government. Option C, it is a description of the programs of the government. Option D, all of the above. എന്താണ് ബഡ്ജറ്റിൽ കറക്റ്റ് ആയിട്ടുള്ളത്? അത് വായിച്ചു നോക്കിയിട്ട് എഴുതാം. 4, which of the following statement is true about remote sensing? Remote sensing നെ പറ്റിയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അത് ഏതാണെന്ന് എഴുതുക. ഓപ്ഷൻ എ, it is the process of acquiring information about the earth's surface without physically being in contact with it. Option B, it is the process of collecting data by physically being in contact with the earth's surface. Option C, it is the process of acquiring information about the earth's surface by drilling holes in it. Option D, it is the process of acquiring information about the earth's surface by conducting surveys. Remote sensing correct ആയിട്ട് എന്താണെന്ന് ഒറ്റയടിക്ക് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും അല്ലെ? അപ്പൊ ഏതാണ് എഴുതുക. It is the process of acquiring information about the earth's surface without physically being in contact with it. അതാണോ ശരി? അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടച്ച് ചെയ്യാതെ എർത്തിന്റെ സർഫസിന്റെ ഇൻഫർമേഷൻസ് എടുക്കുവാണോ, അതോ ഫിസിക്കലി കോണ്ടാക്ട് ചെയ്തിട്ടാണോ എർത്തിന്റെ സർഫസിന്റെ ഡേറ്റ കളക്ട് ചെയ്യുന്നത്, അതോ കുഴികൾ ഉണ്ടാക്കിയിട്ടാണോ എടുക്കുന്നത്, അതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ സർവേ കണ്ടക്ട് ചെയ്തിട്ടാണോ ഇൻഫർമേഷൻസ് എടുക്കുന്നത്? അത് കറക്റ്റ് ആയിട്ട് എഴുതുക. 5, which of the following statement is true about GIS system? GIS നെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. Option A, it is a type of remote sensing technology. It is a type of remote sensing technology. B, it is a software application used to analyze, visualize and manipulate spatial data. Option C, it is a tool used to measure the depth of ocean. Option D, it is a tool used to conduct geological surveys. GIS നെ പറ്റിയിട്ട് കറക്റ്റ് ആയിട്ട് നമ്മുടെ SCERT NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ തന്നെ ആ സെന്റൻസ് കിടപ്പുണ്ട്. നോക്കിയിട്ട് എഴുതുക. 5ാമത്തെ ചോദ്യം ഓപ്ഷൻ ഏതാണെന്ന് എഴുതുക.
ക്വസ്റ്റ്യൻ നമ്പർ 6, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ കോൾഡ് ഓഷൻ കറണ്ട്? അതായത് ശീതജല പ്രവാഹം അല്ലാത്തത് ഏതാണെന്നാണ് എഴുതേണ്ടത്. അതായത് ബാക്കി 3 ഉഷ്ണജല പ്രവാഹമായിരിക്കും. ഓക്കെ, നോട്ട് കോൾഡ് ഓഷൻ കറണ്ട്. ഏതാണ് കോൾഡ് ഓഷൻ കറണ്ട് അല്ലാത്തത്? മീൻസ് അല്ല, ബാക്കിയെല്ലാം കോൾഡ് ഓഷൻ ആയിരിക്കും, ഒരെണ്ണം ഹോട്ട് ആയിരിക്കും. ഓപ്ഷൻ എ കാനറീസ്, ഹംബോൾട്ട്, ഒയാഷിയോ, അഗുൽഹാസ്. ഇതിനകത്ത് ഏതാണ് ഹോട്ട് ഓഷൻ കറണ്ട് എന്ന് പറയുന്നത്? ഉഷ്ണജല പ്രവാഹം ഏതാണെന്ന് എഴുതുക. 7, വിത്ത് ദ റെഫറൻസ് ടു ദ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഇന്ത്യൻ സിറ്റിസൺഷിപ്പിനെ പറ്റിയിട്ടാണ്. 1, all individuals ordinarily resident in India at a given time are the citizens of India. All individuals ordinarily resident in India at a given time are the citizen of India. 2, dual citizenship is prohibited under the Indian Constitution. ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ് എന്നാണ് കേട്ടോ. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി ബോത്ത് 1ഉം 2ഉം തെറ്റാണ്, ഓപ്ഷൻ ഡി neither 1 nor 2. ഏതാണ് കറക്റ്റ് എഴുതുക. അടുത്ത 8, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു പഞ്ചായത്തി രാജ്? പഞ്ചായത്തി രാജുമായിട്ട് റിലേറ്റ് ചെയ്ത ആർട്ടിക്കിൾ ഏതാണ്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 243, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 324, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 124, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 73. സ്ഥിരം പഠിക്കുന്നതാണ്. 9, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ? താഴെ തന്നിരിക്കുന്നതിനകത്ത് ഒരെണ്ണം തെറ്റാണ്, അത് ഏതാണെന്നാണ്. ഓപ്ഷൻ എ, ദ ഡേറ്റ് ഓഫ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് November 26, 1949. ഇംപ്ലിമെന്റേഷൻ ആണ് കേട്ടോ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇംപ്ലിമെന്റ് ചെയ്ത ഡേറ്റ് November 26, 1949. ഓപ്ഷൻ ബി, ദ സെക്യുലർ വേർഡ് വാസ് ആഡഡ് ബൈ ദി 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ്. സെക്യുലർ എന്ന് പറയുന്ന വാക്ക് കൂട്ടിച്ചേർത്ത് 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഓപ്ഷൻ സി, 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് വാസ് ഡൺ ഇൻ 1976. 1976 ആണ് 42ാം കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് വന്നത്. ഓപ്ഷൻ ഡി, സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് വാസ് ബീങ് ടേക്കൺ ഫ്രം ദി റഷ്യൻ റവല്യൂഷൻ ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എക്കണോമിക്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്ന് പറയുന്ന 3 ടേം ഉണ്ട്. അത് റഷ്യൻ റവല്യൂഷനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 10, ഹു ഈസ് ദ ഫസ്റ്റ് എവർ ഇന്ത്യൻ ഫെൻസർ ടു ക്വാളിഫൈ ഫോർ ദി ടോക്കിയോ ഒളിമ്പിക് ഗെയിം 2021? ഓപ്ഷൻ എ കപിത ദേവി, ഓപ്ഷൻ ബി ശില്പ ഗാർ, ഓപ്ഷൻ സി CA ഭവാനി ദേവി, ഓപ്ഷൻ ഡി പൂജ മിശ്ര. ഹു ഈസ് ദ ഫസ്റ്റ് എവർ ഇന്ത്യൻ ഫെൻസർ ടു ക്വാളിഫൈ ഫോർ ദി ടോക്കിയോ ഒളിമ്പിക് ഗെയിംസ് 2021? ആൻസർ ചെയ്ത് 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഞാൻ ഈ ആൻസേഴ്സ് ഒന്ന് പറയാം. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എഴുതുന്നവര് ദയവേത് നിങ്ങളുടെ മാർക്ക് താഴെ കമന്റ് ആയിട്ട് കൊടുത്തേക്കണം കേട്ടോ. എത്ര മാർക്ക് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടും കൂടെയാണ്. നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്നും കൂടെ അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ട് പറയുന്നതാണ്. ഒന്നാമത്തേത് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്, 2 only എന്നുള്ളതാണ്. രണ്ടാമത്തേന്റെ ആൻസർ എന്ന് പറയുന്നതും ഓപ്ഷൻ സി തന്നെയാണ്. മൂന്നാമത്തെ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി അബവ് എന്നുള്ളതാണ് ആൻസർ. നാലാമത്തേത് ഓപ്ഷൻ എ ആണ്. 5 ഓപ്ഷൻ ബി ആണ്, ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ യൂസ് ടു അനലൈസ്. അതുപോലെ 6ാമത്തേത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ, അഗുൽഹസ് ആണ് ഹോട്ട്. ബാക്കി ഇതെല്ലാം തന്നെ കാനറീസ് എന്ന് പറയുന്ന മൊറോക്കോയുടെ അടുത്ത് ഫോം ചെയ്യുന്ന കോൾഡ് വാട്ടർ കറണ്ട് ആണ്. അതുപോലെ ഹംബോൾട്ട് എന്ന് പറയുന്നത് പെറുവിന്റെ സൈഡിൽ ഉണ്ടാവുന്നത്, ഒയാഷിയോ ജപ്പാന്റെ സൈഡിൽ ഉണ്ടാവുന്ന കോൾഡ് ഓഷൻ കറണ്ട് ആണ്. അടുത്ത 7ാമത്തേന്ന് പറയുന്നത് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ, neither 1 nor 2. അടുത്ത 8ാമത്തേത് ഓപ്ഷൻ 243. എല്ലാവർക്കും അറിയാം, 243 തൊട്ട് 243O വരെയാണ് പഞ്ചായത്ത് രാജിനെ പറ്റിയിട്ട് പറയുന്ന ആർട്ടിക്കിൾസ്. അടുത്ത 9ാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇതിന്റെ തെറ്റായിട്ടുള്ളത് ഇതാണ് കേട്ടോ, 50 എന്നുള്ളത് എല്ലാവർക്കും അറിയാം, ബാക്കിയെല്ലാം ശരിയാണ്. 10ാമത്തേത് ഓപ്ഷൻ സി CA ഭവാനി ദേവി. അപ്പം എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് മുന്നോട്ട് ഇനി 4ാമത്തെ വീക്കാണ്. ഇതുവരെ ഫിനിഷ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 4ാമത്തെ വീക്കിലേക്ക് കടക്കുക, അല്ലെങ്കിൽ അവിടെ നിങ്ങൾ സ്റ്റക്കായി പോകും. 70% എങ്കിൽ 70% ഓരോ വീക്കിലെയും തീർത്തു പോവുക. നമുക്കൊരു 10-14 ദിവസം കിട്ടുന്നുണ്ട് ടൈം ടേബിൾ തീർത്തിട്ട്. അപ്പൊ അന്നത്തെ ദിവസം നമുക്ക് ഈ പെൻഡിങ് ഉള്ളതെല്ലാം നിങ്ങൾക്ക് തീർത്തു പോകാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ